സാർ നമസ്കാരം. കുറച്ച് നാളുകളായിട്ട് നമസ്കാരം. എൻ്റെ ഉള്ള ഒരു ഡൗട്ടാണ് ഈ ന്യൂസ് ചാനലുകൾ എങ്ങനെയാണ് ഈ ബാർക്ക് റേറ്റിംഗ് നോക്കുന്നത് എന്നുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഇനി ന്യൂസ് ചാനലുകളുടെ കാലം കഴിഞ്ഞു തുടങ്ങുകയാണ്. ഇനി യൂട്യൂബർമാരെ ബ്രോഡ്കാസ്റ്റിംഗിലോട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം അത്തരത്തിലൊരു നീക്കം നടത്താനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂസ് ചാനലുകൾക്ക് പോലും വ്യൂവർഷിപ്പ് ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ്. യൂട്യൂബിലായിരുന്നാലും സോഷ്യൽ മീഡിയയിലായിരുന്നാലും ഫേസ്ബുക്കിലായിരുന്നാലും അവിടെയൊക്കെയാണ്. നമ്മള് യൂട്യൂബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെയാണ് വാർത്താ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ടെലിവിഷന് മുന്നിൽ വാർത്താ ചാനലുകൾ കാണുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെ തുച്ഛമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ ബാർക്ക് റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം തട്ടിപ്പാണോ? ഈ യൂട്യൂബർമാർക്കിടയിലേക്ക് ഇത്തരത്തിലൊരു കൾച്ചർ വരുമ്പോൾ ഇപ്പൊ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ് എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അതായത് ഒരു മൊബൈലും ഒരു വായും ഉണ്ടെങ്കിൽ നമുക്ക് ആരെക്കുറിച്ചും എന്തും പറഞ്ഞു വരുത്താം എന്നൊരു സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരെ അവരെ ഒന്ന് പിടിക്കാൻ, അതായത് ആരാണ് ഇതിൽ യഥാർത്ഥ ജേർണലിസ്റ്റുകൾ, ആരാണ് ഇതിൽ വ്ളോഗർമാർ, ആർക്കാണ് ഇതിൽ ഏതൊക്കെ ചാനലുകൾ നടത്താനുള്ള എന്ത് സംസാരിക്കാനുള്ള അധികാരം എന്നുള്ളതിനെ തരം തിരിക്കാനുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരില്ലേ? അങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ധ്രുവ് റാഠിയെ പോലുള്ള ആൾക്കാർക്കൊക്കെ അതൊരു വലിയൊരു തിരിച്ചടിയായി മാറില്ലേ? ഇപ്പൊ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അതിനെതിരെ വലിയ രീതിയിലുള്ള ആ, പ്രതിഷേധം വായാൽ തുടങ്ങി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സാറിന്റെ ടേക്ക് എന്താണ്? വായാലും മാത്രമല്ല, ട്വിറ്ററിലും തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തൊട്ട് ട്വിറ്ററിൽ ഇതിനെ പറ്റിയിട്ട് ഹിന്ദുസ്ഥാൻ ടൈംസിലും വേറെ കുറെ പത്രങ്ങളിൽ വന്ന് ന്യൂസ് എടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. ധനുഷ് ചോദിച്ച ആദ്യത്തെ പ്രശ്നം നമുക്ക് എടുക്കാം. ഈ ബാർക്ക് റേറ്റിംഗ് എന്ന പരിപാടി, ഇതൊരു ബ്രോഡ്കാസ്റ്റിംഗ് ഒരു റിസർച്ച് സൊസൈറ്റി ഉണ്ട്. അവരാണ് എല്ലാ ബ്രോഡ്കാസ്റ്റിംഗ് പബ്ലിക്കേഷൻസും കൂടിയിട്ട് അതിൻ്റെ അടുത്തും ടെലിവിഷൻ ചാനലുകൾ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനൊരു ഫീസ് കൊടുക്കണം. ഫീസ് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ റീഡിങ് കിട്ടും, നിങ്ങൾ എത്ര പോപ്പുലർ ആണ്. ഒരു 100 പോയിന്റ്സ് വെച്ചിട്ട് ഒരു പരസ്യം ഒരാൾ എത്ര പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊരു കാൽക്കുലേഷൻ അഡ്വർടൈസിങ് ഏജൻസിക്കാരുടെ അടുത്ത് മീഡിയ ബയേഴ്സ് എന്ന് പറയും. അവരുടെ മീഡിയ ബയേഴ്സിന്റെ അടുത്ത് അവർ പറയും ഞങ്ങൾക്ക് ഈ സോപ്പ് വിൽക്കണം. ഈ സോപ്പ് വിൽക്കണമെങ്കിൽ ഈ പരസ്യം ഒരാൾ എത്ര പ്രാവശ്യം കാണണം എന്ന് അവർ ഡിറ്റർമൈൻ ചെയ്യും. ഇപ്പോൾ ഏറ്റവും നമ്പർ 1 ചാനലിൽ ഒരിക്കലോ 2 പ്രാവശ്യം ഇട്ടാൽ മതി, ബിക്കോസ് അതിന് റീച്ച് കൂടുതലാണ്. അത് അതേ സമയത്ത് ഒരു 5-ാമത്തെ 6-ാമത്തെ ചാനലാകുമ്പോൾ അവർക്ക് അതേ പരസ്യം 5-6 പ്രാവശ്യം, ചിലപ്പോൾ 8 പ്രാവശ്യം 10 പ്രാവശ്യം കാണിക്കേണ്ടി വരും. അപ്പോഴാണ് ഈ പരസ്യം ഈ കാണുന്ന ആളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുക. ബിക്കോസ് അവർ ചിലപ്പോൾ ഉണ്ടാവില്ല ചാനലിന്റെ മുമ്പിൽ തന്നെ. ഇപ്പോഴത്തെ പ്രോബ്ലം എവിടെ വരുന്നത്, ഈ ബാർക്ക് റേറ്റിംഗിന്റെ സ്കാൻഡൽ നമ്മൾ കണ്ടു. അർണബ് ഗോസ്വാമി അറസ്റ്റ് ചെയ്തിരുന്നു മുംബൈ പോലീസ്. ഇതിന് മുമ്പുണ്ടായിരുന്ന മഹാരാഷ്ട്ര സർക്കാർ. അവർ പറഞ്ഞ എന്താണ്, അർണബ് ഗോസ്വാമി ഈ ബാർക്കിന്റെ മീറ്റേഴ്സ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മുടെ പ്രേക്ഷകർക്ക്. ഈ ബാർക്ക് മീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ സെറ്റ് ഓഫ് ബോക്സ് ആണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ടെലിവിഷന്റെ സെറ്റ് ഓഫ് ബോക്സ് കൊണ്ടു വെക്കും. നാട്ടിലാണെങ്കിൽ കേരള വിഷൻ അവരൊക്കെ കൊണ്ടു വെക്കുന്ന സെറ്റ് ഓഫ് ബോക്സ്, അല്ലെങ്കിൽ ഒരു ടാറ്റ സ്കൈന്റെ സെറ്റ് ഓഫ് ബോക്സ്. അതേമാതിരി അല്ലെങ്കിൽ എയർടെലിന്റെ ഉണ്ട്. ഈ സെറ്റ് ഓഫ് ബോക്സിന്റെ കൂടെ ഇതിന്റെ ഒരു ചെറിയ വേറൊരു ഡിവൈസ് അവർ കണക്ട് ചെയ്യും. ചെറിയ അതേമാതിരി തന്നെ കാണാനുണ്ടാവും, ചെറിയൊരു ബോക്സ് ആണ്. അത് അവർ നമ്മുടെ കേബിൾ നെറ്റ്വർക്കിലേക്കും നമ്മുടെ കാണുന്ന സെറ്റ് ഓഫ് ബോക്സിനൂടെ സിങ്ക് ചെയ്യും. സിങ്ക് ചെയ്തിട്ട് അവർ പറയും നിങ്ങളിത് കാണുമ്പോൾ ഇത് തന്നെ ഓൺ ആയിക്കോളും, നിങ്ങൾ ഇതിന് തൊടാനൊന്നും പോകണ്ട, നിങ്ങൾക്ക് മാസം ഒരു 500 റുപ്യ തരാം. നിങ്ങൾ പറയും ഞങ്ങളുടെ കറണ്ട് ചിലവാകില്ല, ഇതിന് ചിലവൊന്നും ഒതിയൊന്നും ഇല്ല, എന്നാലും അവർ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 500 റുപ്യ അവർക്ക് കൊടുക്കും. ഒരു ഫീസാണ്. അത് 500 ആവും, ചിലപ്പോൾ 300. എനിക്ക് എക്സാക്ട് ഫീ ഓർമ്മയില്ല. അവരെന്ത് അപ്പൊ നമ്മൾ ചെയ്യണം, കാണുന്ന ചാനൽസ് എല്ലാം ആ ആ ആ ഇൻസ്ട്രുമെന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? കറക്റ്റ്. അവര് സോഫ്റ്റ്വെയർ, ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ ആയിരക്കണക്കിന് മെഷീനുണ്ട്. 1000 അല്ല, ലക്ഷക്കണക്കിന് സാർ എനിക്ക് മെഷീനുണ്ട്. ഒരു ഡൗട്ട് കൂടെ ഉണ്ട്. സാറ് വലിയ വലിയ സ്ഥാപനങ്ങളിൽ ന്യൂസ് ചാനലുകളിൽ സിഒ ആയിട്ട് ഇരുന്ന ആളായതുകൊണ്ട് സാറിന് ഇതിനെ ആധികാരികമായിട്ട് ഇതിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഈ ബാർക്ക് റേറ്റിംഗിന്റെ ഈ മെഷീൻ കൊണ്ടുവയ്ക്കുന്നത് എത്ര ആൾക്കാരുടെ വീട്ടിലാണ്? ഒരു സംസ്ഥാനം മുഴുവനായിട്ട് അത് വെക്കുമോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റീജിയനിൽ മാത്രമാണോ അവർ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഒരു വേറൊരു മാനദണ്ഡം, അത്തരത്തിലുള്ള ഒരു മാനദണ്ഡം? ഇതിനൊരു അർബൻ റൂറൽ വില്ലേജ് ലെവലിൽ വെച്ചിട്ട് ചെയ്യും. എന്നാൽ അർബൻ ലെവലിൽ അവർ ചെയ്യാൻ പോണതെന്ന്, അർബൻ ലെവലിൽ നമുക്ക് സിറ്റിയിൽ ഒരു തിരുവനന്തപുരം മാതിരി സിറ്റി, അല്ലെങ്കിൽ കൊച്ചി മാതിരി സിറ്റിയിൽ, കൊച്ചി എറണാകുളം മാതിരി സിറ്റിയിൽ എവിടെ അവരൊരു കാൽക്കുലേഷൻ ഉണ്ട്. എത്ര പേര് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് കാണും. എന്നാൽ ഒരു ഇൻകം റേറ്റിംഗ് നോക്കും. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് 2 ലക്ഷം ശമ്പളം ഉണ്ട് ഒരു മാസം, അതേ സമയത്ത് വേറൊരാൾക്ക് 20,000 റുപ്യ ശമ്പളം ഉണ്ട് ഒരു മാസം. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നത്, ഇതെല്ലാം കൊണ്ട് ഹൈ എൻഡ് കൊണ്ടേ വെച്ചാൽ പറ്റില്ല, ഒരു മിക്സ് വേണം. അപ്പൊ ഇവരെന്ത് ചെയ്യും, കുറച്ച് വില്ലേജ് ലെവലിലും വെക്കും, നമ്മുടെ ഗ്രാമത്തിൽ കൊണ്ട് വെക്കും, കുറച്ച് സിറ്റിയിൽ വെക്കും, കുറച്ച് സെമി അർബൻ, ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്ത് ആറ്റിക്കൽ കൊണ്ട് വെക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുമ്പോൾ അവർക്കൊരു മിക്സ് കിട്ടും. ഇതിന്റെ ലക്ഷക്കണക്കിന് ഡിവൈസ് വെക്കും, എല്ലാ രാഷ്ട്രത്തിലും വെക്കും. ഇതിന് വലിയൊരു ഇൻഡസ്ട്രി തന്നെയാണ്.
പക്ഷെ ആ ഈ ഇൻഡസ്ട്രി പണ്ടത്തെ മാതിരി ഒരു ക്രെഡിബിലിറ്റി ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി സിഇഒ ആയിരുന്നപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റിംഗ്. നമ്മൾ ഏത് പരസ്യത്തിന് വേണ്ടി ഏത് ക്ലയന്റ് അടുത്ത് പോയാലും, ഒരു സ്വർണ്ണ കച്ചവടമായാലും, ബാക്കിയായാലും, ഹോട്ടലുകാരായാലും, കാറുകാരനായാലും, അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ മാർക്ക് റേറ്റിംഗ് എത്രയാണ്. അപ്പോൾ ഓരോ ആഴ്ച റേറ്റിംഗ് വരും. അപ്പൊ അതിൽ ടോപ്പ് ഒരു 10 ചാനലുകൾ എന്തായാലും അവർ കാണിക്കും. പക്ഷെ നിങ്ങൾക്ക് ഫീസ് കെട്ടിയിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ബ്രേക്കപ്പ് തരില്ല അവർ. എന്നാൽ കാലത്ത് 6 മണി തൊട്ട് രാത്രി 12 മണി വരെ എത്ര പേര് കണ്ടു. ആക്ച്വലി 24 മണിക്കൂറും കാണിക്കും, പക്ഷെ നമുക്ക് വേണ്ട ഇതാണല്ലോ. അപ്പൊ അവർ പറയും 15+ എത്ര പേര് കണ്ടു എന്നുള്ളൊരു കണക്ക് വരും. 15+ ഏജിൽ എത്ര പേര് കണ്ടു, 35+ ഏജ് ഗ്രൂപ്പിൽ എത്ര പേര് കണ്ടു, ഇങ്ങനെ ഒരു കണക്കുണ്ടാവും. ഈ കണക്ക് വെച്ചിട്ടാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുക ഇൻകം ലെവൽ. ഫോർ എക്സാമ്പിൾ 18 വയസ്സായിട്ടുള്ള ഒരു പയ്യനോ പെൺകുട്ടിക്കോ പർച്ചേസിംഗ് പവർ വളരെ കുറവായിരിക്കും. അതേസമയത്ത് 25 വയസ്സ് തൊട്ടുള്ളവർക്ക് പർച്ചേസിംഗ് പവർ ഉണ്ടായിരിക്കും. അതേസമയത്ത് 58 55 വയസ്സ് കഴിഞ്ഞവർക്ക് പർച്ചേസിംഗ് പവർ കുറയും. ബിക്കോസ് അവർക്ക് പിന്നെ ചിലർക്ക് പെൻഷൻ തന്നെ ഇല്ല, ചിലർക്ക് പെൻഷൻ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ഒരു പുതിയ കാർ വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് വേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു സയന്റിഫിക് ആണ് ഇത്. ഇങ്ങനെ നമുക്ക് വെറുതെ തള്ളിക്കളയാൻ. പക്ഷെ ഇത് എന്ത് പറ്റിയെന്നാണ്, ഇത് ഈ മീറ്റേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും പബ്ലിക്കേഷൻസ് പോയിട്ട്. കാരണം അവരൊരു വേറൊരു ഗ്യാങ് ഉണ്ട്. അപ്പൊ ഈ സെയിൽസ് ടീം ഉണ്ടാവില്ല ഓരോ ടെലിവിഷൻ ചാനലിൽ, അവര് കുറെ ആൾക്കാരെ ഇതിനു വേണ്ടി വെക്കും. അവർ ഓരോരോ വീട്ടിൽ പോയിട്ട് കണ്ടുപിടിക്കും, ഇവരുടെ വീട്ടിൽ സെറ്റ് ടോപ്പ് ബോക്സ് വെച്ചിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാം, അവർക്ക് ഒരു 1000 റുപ്യ കൊടുക്കാം മാസം. അവരുടെ അടുത്ത് പറയാം എന്റെ ചാനൽ മാത്രം നിങ്ങൾ കാലത്തൊട്ട് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ആലോചിച്ചത് ഇതൊരു സ്കാമാണ്. അങ്ങനെ ഒരു 1000 വീട് ചെയ്ത് കഴിയുമ്പോൾ ഈ പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മലയാളത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ബാർക്ക് റേറ്റിംഗ് ഉള്ള ചാനൽ അന്നും ഇന്നും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ആ ബ്രാൻഡിങ് ഇത്തരത്തിലൊരു പരിപാടി ചെയ്തിട്ടായിരിക്കില്ല ബാർക്ക് റേറ്റിംഗ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലത്ത് ജനം TV ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ബാർക്ക് റേറ്റിന്റെ തൊട്ടടുത്തെത്തിയിരുന്നു. അന്നും അത് വളരെ ജെന്യൂൻ ആയിട്ട് തന്നെയായിരുന്നു. കാരണം അത് ഒരു വൈകാരികമായിട്ട് വലിയൊരു വിഷയമുണ്ടായി. ജനം TV അങ്ങനെ ആ വിഷയത്തെ ഏറ്റെടുത്തത് കൊണ്ട് ആ ടെലിവിഷൻ ചാനൽ കാണാൻ ഒരുപാട് പേര് തുനിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ ആ ബാർക്ക് റേറ്റിംഗിലേക്ക് വരാനായിട്ട് വേറെ പല ചാനലുകളും പല സെൻസേഷണൽ ന്യൂസുകളും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സാറിന് എന്താണ് തോന്നുന്നത്? ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് റിപ്പോർട്ടർ TV എടുക്കാം. റിപ്പോർട്ടർ TV ആണെങ്കിൽ ഇപ്പോ എപ്പോഴും ഏഷ്യാനെറ്റ് ആണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ 24 ന്യൂസ് നിൽക്കുന്നു അതിന്റെ പിറകില്. റിപ്പോർട്ടർ ചാനലിൽ ഇപ്പൊ 3-ാം സ്ഥാനത്തെങ്കിലും എത്തണം എന്നുള്ള വലിയൊരു കടമ്പ അവരുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ ബാർക്ക് റേറ്റിംഗിൽ മുന്നിൽ എത്താനാണോ ഇത്തരത്തിലുള്ള ഷോ ഓഫുകൾ റിപ്പോർട്ടർ ചാനലിലെ അവതാരകർ കാണിക്കുന്നത്? അല്ലെങ്കിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ തന്നെയും അവർക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ സാർ ഈ പറഞ്ഞ പോലെയുള്ള ബാർക്ക് റേറ്റിംഗിലുള്ള തിരിമറികൾ കാണിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഉണ്ട്. ബിക്കോസ് ഈ ബാർക്ക് റേറ്റിംഗ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത് യൂഷ്വലി 3-ഓ 4-മത്തെ ചാനലുകളാണ്, അല്ലെങ്കിൽ 5-മത്തെ ചാനലാണ്. അവരാണ് ട്രൈ ചെയ്യും. ബിക്കോസ് ഒന്നാമതിരിക്കുന്ന ചാനൽ, ഫോർ എക്സാമ്പിൾ ഏഷ്യാനെറ്റിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്? ആന്റി BJP ന്യൂസ് കുറച്ച് ക്യാരി ചെയ്യുക. അപ്പൊ അതിനർത്ഥം കുറെ മുസ്ലിം ക്രിസ്ത്യാനികളും ചാനൽ കാണും. അതേമാതിരി ഫോർ എക്സാമ്പിൾ ഒരു ഏഷ്യാനെറ്റ് പറയുന്നത് ഞങ്ങൾ വളരെ ന്യൂട്രൽ ആയിട്ട് വാർത്തകൾ കൊടുക്കുന്ന ഒരു ചാനലാണെന്നാണ് പറയുന്നത്. അത് വെറും ഒരു 10 മണിന്റെ ന്യൂസ് രാത്രി 10 മണിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിന്റെ ന്യൂസ് എടുത്ത് അനലൈസ് ചെയ്താൽ ഞാൻ ഇതിന്റെ ഒരു എക്സ്പേർട്ടാണ്, ഞാൻ പറയാം. ബിക്കോസ് ഞാനിത് കംപ്ലീറ്റ് അനലൈസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇപ്പോഴല്ല, കുറെ കാലമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ നമുക്കറിയാം ഇവരെന്താ. അത് ഞാനാണെങ്കിലും ചെയ്യും. ബിക്കോസ് ഇപ്പൊ ഞാൻ പറയാം ജനം TVയുടെ ഒരു മിസ്റ്റേക്ക് എന്നല്ല, ഒരു തെറ്റെന്നല്ല പറയാൻ പറ്റും. ജനം TV പറയും ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കും. പക്ഷെ കേരളത്തിൽ എത്ര ഹിന്ദുക്കളുണ്ട്? അതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര ഹിന്ദുക്കൾ അതിൽ ജനം TV കാണും? അതാണ് ജനം TV 6-മത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്. ശബരിമല സമയത്ത് അടിച്ചു കയറി മുമ്പിൽ വന്നു. ബിക്കോസ് ആ സമയത്ത് ഹിന്ദുക്കൾ എല്ലാവരും കൂടി ജനം TV ആണ് ട്രസ്റ്റ് ചെയ്ത്. സന്നിധാനത്ത് ജനം TVക്കാരുണ്ടായിരുന്നു. ബാക്കി ചാനലുകാരെയൊക്കെ അവർ ഓടിച്ചു മാറ്റി അവിടുത്തെ ഭക്തരെല്ലാവരും കൂടി. അപ്പൊ ഈ പറഞ്ഞ മാതിരി മാർക്ക് റേറ്റിംഗിന്റെ സ്കാം എന്ന് തുടങ്ങിയിട്ടാണ് ഗവൺമെന്റ് തന്നെ മനസ്സിലായത്. ഈ മാർക്ക് റേറ്റിംഗിന്റെ ഇതിലിപ്പോ ഈ അർണബ് ഗോസ്വാമിയുടെ കോൺട്രവേഴ്സിയിലും ആക്ച്വലി ഇന്ത്യ ടുഡേക്കാരായിരുന്നു പരിപാടി ചെയ്തത്. ഏത് കാശ് കൊടുത്ത് ഈ റീഡിംഗ് മാറ്റാൻ നോക്കിയത്. പക്ഷെ അത് അർണബ് ഗോസ്വാമി അവരതിൽ കുടുക്കി. അർണബ് ഗോസ്വാമി പിന്നെ ഓഫ്കോഴ്സ് അങ്ങേരെ നിന്ന് പുറത്തു വന്ന് അക്വിറ്റായി കോടതിയും പറഞ്ഞു എവിഡൻസ് ഇല്ല. പക്ഷെ ഈ പരിപാടി ഇവിടെ തെലുങ്കിലും നടക്കുന്നുണ്ട്. തെലുങ്കിലും ചില ചാനലുകൾ ഈ പറഞ്ഞ കാശ് കൊടുത്ത് ആ വീട്ടിൽ പോയിട്ട് ഈ സെറ്റ് ടോപ്പ് ബോക്സ് വെച്ചേക്കണം വീട്ടിൽ. അപ്പൊ അതെങ്ങനെയാണെന്ന് ഇവർ ബാക്ക് എൻഡിൽ ഇവർ പിടിക്കും. ഈ ബ്രോഡ്കാസ്റ്റിംഗ് റിസർച്ച് കൗൺസിലുകാരെ പിടിച്ചിട്ട് അവരെ ഈ ഡാറ്റ വാങ്ങും ഏതേത് വീട്ടിലാണ് സെറ്റ് വെച്ചത്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഈ പുതിയ റൂള് വരാൻ പോകുന്നത് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗിനെ പറ്റി കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ടിന് ഒരു അമെൻമെന്റ് ആണ് വരാൻ പോകുന്നത്. അതില് ഏറ്റവും വലിയ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ടെലിവിഷൻ ചാനൽ ആരെ കാണും? കാലത്ത് 9 മണി കഴിഞ്ഞാൽ ധനുഷിന്റെ മാതിരി എന്റെ മാതിരിയുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങും നമ്മുടെ ജോലിക്ക്.
പിന്നെ നമ്മൾ തിരിച്ചെത്തുന്നത് 7 മണി 8 മണിക്കാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ള വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് വേണം. ആ സ്ട്രാറ്റജിയിലാണ് ഇവര് ഈ ബ്രോഡ്കാസ്റ്റിംഗ് കൗൺസിലിനെ പറ്റിയിട്ടുള്ള ഡാറ്റ കൊണ്ടുവരുന്നത്. ഈ ഡാറ്റ കൊണ്ടുവരുമ്പോഴാണ് ഇവര് എങ്ങനെയെങ്കിലും ഇതിനെപ്പറ്റി ഒരു നെക്സ്റ്റ് ലെവൽ, ദാറ്റ് ഈസ് ഈ പറഞ്ഞ മാതിരി യൂട്യൂബേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ നോക്കണം. ഇവർ തോന്നിയ മാതിരി നമ്മുടെ മലയാളത്തിൽ ചെയ്യുന്ന മാതിരി ചെയ്യാൻ പാടില്ല. നമ്മുടെ മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവർ കയറിയിട്ട് കളിക്കുന്ന കളി വേറെ കുറെ കളികളുണ്ട്. ഏത് നമ്മുടെ ഈ സിനിമ റിവ്യൂ എഴുതും, സിനിമ റിവ്യൂ തോന്നിയ മാതിരി എഴുതുക. സിനിമ റിവ്യൂ എഴുതി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിൽ വരുമ്പോൾ സിനിമ റിവ്യൂവിന് ബ്ലാക്ക് മെയിൽ ചെയ്യും ഇവർ പോയിട്ട്. അങ്ങനെ പോയി ഒരാളെ പിടിച്ചിട്ട് അവരെ പിടിച്ച് അതിനെ നിങ്ങൾ കാശ് തന്നില്ലെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ നേരെ ഞാനൊരു നെഗറ്റീവ് റിവ്യൂ എഴുതും. അങ്ങനെ നമ്മൾ പക്ഷെ ഞാൻ അവിടെയും എനിക്കൊരു ഒരു ഒരു ഡൗട്ട് ഉണ്ട് സാർ. അതായത് ഇപ്പോ നമ്മുടെ ഈ ചാനലുകളെ വിട്ടു, ചാനലുകൾ ബാർക്ക് റേറ്റിംഗ് ഒരു സൈഡിലോട്ട് പോകുന്നു. അത് ഉടനെ തന്നെ ഈ യൂട്യൂബർമാരുടെയും ഈ സോഷ്യൽ മീഡിയയിലെയും ഡിജിറ്റൽ ഇന്ത്യയിലെയും ഒരു അതിപ്രസരം വന്ന ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാളെടുത്ത ആൾക്കാരെല്ലാം വെളിച്ചപ്പാടാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാർ ഇപ്പൊ പറഞ്ഞ ഈ സിനിമ റിവ്യൂവിന്റെ കാര്യങ്ങൾ തന്നെ എടുക്കാം. ഞാനൊരു മൂവി കാണുന്നു, ആ മൂവി കണ്ട ശേഷം ഞാൻ അതിന്റെ ഒരു റിവ്യൂ പറയുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് എന്റെ ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഞാൻ ആ റിവ്യൂ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു ഫാസിസമായിട്ടാണ് ബേസിക്കലി ഞാൻ കണക്കൂട്ടുന്നത്. പിന്നെ സാറ് പറഞ്ഞ ഈ രണ്ടാമത്തെ ബ്ലാക്ക് മെയിലിന്റെ ആ ഒരു വിഷയത്തിലേക്ക് വരാം. നിലവിൽ ഈ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നു എന്ന് പറയുന്ന പല പ്രൊഡ്യൂസർമാരും എന്നെ അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, എന്നെ ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറയുന്ന പ്രൊഡ്യൂസർമാരും തന്നെ അതിന് യാതൊരുവിധ തെളിവുകളും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ്. ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നു എന്ന് പറയുന്നു, പക്ഷെ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ യൂട്യൂബർമാർ ആരെങ്കിലും നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ പുറത്തുവിടും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലായി. ഇപ്പൊ മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങുന്നു, മോഹൻലാലിന്റെ സിനിമയെ ഞാൻ നശിപ്പിച്ചു കളയൂ എന്ന് പറഞ്ഞ് മലയാളത്തിലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു വടവൃക്ഷത്തെ ഒരു ഗ്രീൻ സ്ക്രീന് വലിച്ച് ഇരിക്കുന്ന ഒരു യൂട്യൂബർക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാം. കറക്റ്റാണ് അജി, എല്ലാവരും ചെയ്യുന്നല്ല പറഞ്ഞു. ഈ പറഞ്ഞ ഇതേ പ്രൊഡ്യൂസറിനെ ഒരു 10 പേരെ വെച്ച് നല്ല പോസിറ്റീവ് റിവ്യൂ എഴുതാൻ പറ്റും, അതിന് ചെലവൊന്നുമില്ലല്ലോ. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഒരു അലിഗേഷൻ ചെയ്യുമ്പോൾ അതിന് ഒരു പ്രൂഫ് വേണം. ഇത് മാത്രമല്ല, ഇത് വേറെ കുറെ ഇതുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർ ഇറങ്ങി മാർക്കറ്റിൽ, ഇത് നല്ല പുതിയ കാർ ഇറങ്ങി, അതിന് റിവ്യൂ എഴുതും ചിലവർ വന്നിട്ട്. ഈ കാർ 10 വയസ്സിൽ നിങ്ങൾ വെറുതെ കാശ് ചെലവാക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട്, ഈ മൊബൈൽ ഫോൺ വന്ന് ഈ പോഡ്കാസ്റ്റിംഗ്, അതാണ് വേറൊരു ലൈൻ. നമ്മൾ കാണുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, ടെലിവിഷൻ്റെ. പക്ഷെ ഏറ്റവും പോപ്പുലർ ആയിട്ട് വരുന്ന മീഡിയം ഇപ്പോൾ പോഡ്കാസ്റ്റിംഗ് ആണ്. അതൊന്നും ഒരു മൈക്ക് ഉണ്ടായാൽ മതി, മറ്റേത് ക്യാമറയും വേണ്ടത്, മൈക്കും വേണ്ട, ക്യാമറയും വേണ്ട, ഒരു മൈക്ക് മതി. ഒരു മൈക്ക് വെച്ച് ഒരു ടേബിളിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് 2 പേര് വർത്താനം പറഞ്ഞു വളരെ നല്ല പോപ്പുലർ ആയിട്ട് പോഡ്കാസ്റ്റ് ഉണ്ട്. പക്ഷെ അവരിപ്പോ എന്ത് ചെയ്തു തന്നെ ചെറിയൊരു ക്യാമറ അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോന്റെയും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. ക്യാമറ പ്ലസ് വീഡിയോ, ഇത് രണ്ടും അതിൽ വരുന്നുണ്ട്, ഓഡിയോയും വരുന്നു. പക്ഷെ നമ്മൾ ഈ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റ് നമ്മളെ മാതിരിയുള്ള ഈ പറഞ്ഞ നമ്മൾ വന്ന് ഓരോ ചർച്ച നടത്തുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കണം. ഇപ്പൊ അത് അഡ്വക്കേറ്റ് ജയശങ്കർ ആവട്ടെ, TG മോഹൻദാസ് ആവട്ടെ, ഇവർക്കൊക്കെ നല്ലൊരു ഫോളോയിങ് ഉണ്ട്. അവർ ഏത് ചാനലിൽ പോയാലും, അവിടെ ശ്രീജിത്ത് പണിക്കർ, ഇവരൊക്കെ ഏത് ചാനലിൽ പോയാലും അവർക്കൊരു ഹ്യൂജ് ഫോളോയിങ് ഉണ്ടാവും. അത് അടിച്ചു കയറും റേറ്റിംഗ് അങ്ങോട്ട്. അപ്പൊ ചാനലുകാർ സ്മാർട്ടാണ്, അവർ നോക്കുമോ ഇവനെ പിടിച്ച് TG സാറിനെ കൊണ്ടുവന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല റേറ്റിംഗ് കിട്ടും. അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കരെ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ എടുത്ത് നമുക്ക് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടും. ഇൻസ്റ്റാഗ്രാം വേറൊരു മീഡിയമാണ്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കാരണം മീഡിയമാണ് ഇൻസ്റ്റാഗ്രാം. ബിക്കോസ് അവർക്ക് സമയമില്ല, അവർക്ക് ആകെയുള്ളത് 30 സെക്കൻഡ് 1 മിനിറ്റാണ്. നിങ്ങൾ പറയാനുള്ളത് ആ 1 മിനിറ്റ് പറഞ്ഞു തീർക്കണം. അപ്പൊ ഈ നമ്മുടെ മാധ്യമം എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ്, ടെലിവിഷൻ ഇൻഡസ്ട്രി. ആദ്യം ഞാനൊക്കെ 10-35 കൊല്ലം ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ 18 കൊല്ലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ. അന്നൊക്കെ ന്യൂസ് പേപ്പർ ആയിരുന്നു, പരസ്യം, നമ്മൾ അതിന്റെ മേലെ ഡിപ്പെൻഡ് ആയിരുന്നു ടോട്ടലായിട്ട്. കാലത്ത് പരസ്യം, അത് ഈ പേപ്പർ വരെ ചായ കുടിച്ചുകൊണ്ട് പേപ്പർ വായിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലും ചായക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാലത്ത് നേരെ തന്നെയായിരിക്കും ഡിസ്കഷൻ. പക്ഷേ അത് മാറി ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ പേപ്പറിന്റെ ബിസിനസ് കൂട്ടിപ്പോയി കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പൊ ന്യൂസ് പേപ്പർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല, അതുണ്ട്. പക്ഷെ വളരെ ഈ പറഞ്ഞ പഴയ ജനറേഷന് വായിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ന്യൂസ് പേപ്പർ വായിക്കുന്നില്ല. അതേ സമയത്ത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു മിഡ് ലെവൽ, ദാറ്റ് ഇസ് 24 വയസ്സ് തൊട്ടൊരു 45-50 വയസ്സുള്ള ആൾക്കാർക്ക് സമയമില്ല. അവർ TV കാണാൻ സമയമൊന്നുമില്ല. അവർ കാലത്ത് ജോലിക്ക് പോയി രാത്രി വന്ന് ടയർഡായിട്ട് വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി കുറച്ചു നേരം എന്തെങ്കിലും വായിച്ചിരുന്ന് അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൊബൈലിൽ മെയിൽ ചെക്ക് ചെയ്ത് വാട്സാപ്പ് ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞാൽ അവർ ഊണിഞ്ഞ് കിടന്നുറങ്ങുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ പറഞ്ഞ മാതിരി പരസ്യത്തിന്റെ ആൾക്കാരെ എങ്ങനെയാണ് ഈ ഓഡിയൻസിനെ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പുതിയ വഴി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയമാണ് യൂട്യൂബ്.
യൂട്യൂബ് ആവട്ടെ, ഇതേ യൂട്യൂബ് OTT ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയിടും, അവിടെയും നമുക്ക് ഒരു ഉം, ഓഡിയൻസിനെ കിട്ടും. ഇപ്പൊ റവന്യൂ, ഇപ്പൊ ചിലർ ഉം, ചോദിക്കും യൂട്യൂബ് നടത്തി, യൂട്യൂബിന് റവന്യൂ ഉണ്ട്, അതെങ്ങനെയാണെന്ന് നമുക്കറിയാലോ, അത് ഉം, എത്ര പ്രേക്ഷകർ കാണുന്നുണ്ടെന്ന്. ഇപ്പൊ ഓരോ ഉം, ചാനലും അവരവരുടെ ക്ലിപ്സ് എടുത്തിട്ട് യൂട്യൂബിൽ കൊണ്ടുപോയിടും. ടെലിവിഷൻ ഉം. നടന്ന് തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്തിട്ട് 3 മിനിറ്റ് 5 മിനിറ്റ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം കൊണ്ടേ അവിടെ സെൻസേഷണൽ ആയിട്ട്. അപ്പൊ അങ്ങനെ അവിടെ അതെ. ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൾച്ചർ വരികയാണ്. നമ്മൾ ഷിരൂരിൽ തന്നെ ഉം, കണ്ടു എന്താണ് ഉണ്ടായെന്നുള്ളത്. അവിടെ ഈ ടെലിവിഷൻ ചാനലുകാർ അവിടെ പോയി ക്യാമ്പ് ചെയ്തൊക്കെയാണ്. അവസാനം കർണാടക ഉം, പോലീസിന് തല്ല് കിട്ടി അവിടുന്ന് ഓടേണ്ട വന്നു. ആ ഒരു ഉം, കേസിലേക്ക് എത്തി. ഒരു ചില ചാനലുകാർക്ക് പറയേണ്ടി വന്നു, ഞാൻ ഈ ചാനലിൽ നിന്നല്ല, ഞാൻ വേറെ ചാനലിൽ നിന്നാണെന്ന് പറയണം. ആ ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇത് മാത്രമല്ല, ഉം. നമ്മൾ ലാത്തി ചാർജ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി വേറെ ഏതെങ്കിലും ഒരു മർഡർ നടന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി ആ ഫാമിലിയുടെ മുമ്പിൽ മൈക്ക് വെച്ച് കയറി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു കൾച്ചർ മാറ്റുന്ന സമയമായി ധനുഷ്. അല്ല, ഇതിലും വലിയ വൃത്തികേടാണ് ഞാൻ ഈ ഓൺലൈൻകാരുടെ ഈ ആ, എന്താ മയക്കം പിടിച്ച് കിടക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് നമ്മുടെ സിദ്ദിഖിന്റെ മകൻ മരിച്ചപ്പോൾ സാറ് കണ്ടോ? സിദ്ദിഖ് ആണെങ്കിൽ ഒരു സെലിബ്രിറ്റി കൂടെയാണ്. ആ സമയത്ത് ധാരാളം ആൾക്കാർ, സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ വരും. അദ്ദേഹത്തിന് ഒരു പ്രൈവസിയും കൊടുക്കാതെയാണ് അദ്ദേഹത്തിന്റെ ചുറ്റും നമ്മുടെ ചക്കരയിൽ ഈച്ച പൊതിയുന്നത് പോലെ പൊതിഞ്ഞിരിക്കുന്നത്. ഇതില് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ എനിക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയ ഒരു നടപടിയുണ്ട് സാർ. അത് ഏതാണെന്ന് അറിയാമോ? അതായത് സാർ ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് ഇനിയിപ്പോ ഈ യൂട്യൂബേഴ്സിനെയും ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ പരിഗണിക്കണം എന്നുള്ളത്. അതിൽ എന്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ഓൺലൈൻ മാധ്യമങ്ങളായിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മുടെ ABC മലയാളം ന്യൂസ് പോലെയുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ കീഴിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അക്രഡിറ്റേഷൻ തരണം എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കുറെ നാളായിട്ട് നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഈ യൂട്യൂബേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ, അതായത് യൂട്യൂബേഴ്സിനോട് കേന്ദ്ര സർക്കാർ എടുത്ത ഒരു സമീപനം എനിക്ക് ഗംഭീരമായിട്ട് തോന്നിയത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസമോ കഴിഞ്ഞ ആഴ്ചയോ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഇനി മുതൽ യൂട്യൂബേഴ്സിന്റെ വരുമാനത്തിന്റെ അവരുടെ എന്താണ് ഇൻകം നോക്കിയിട്ട് അതിന്റെ ടാക്സ് മാത്രം അടച്ചാൽ പോരാ. കാരണം ഇപ്പൊ യൂട്യൂബേഴ്സ് ആവുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നാലും, അല്ലെങ്കിൽ ഒരു വ്ളോഗർ ആയിരുന്നാലും, അല്ലെങ്കിൽ വേറെ എന്ത് പോഡ്കാസ്റ്റ് നടത്തുന്ന ഒരാളായിരുന്നാലും, പുള്ളി ഒരു യൂട്യൂബ് ആണെങ്കിൽ പുള്ളി ഈസ് ആൾസോ ആൻ ഇൻഫ്ലുവൻസർ. ആ ഇൻഫ്ലുവൻസർ ആയ വ്യക്തിക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല, പുള്ളിക്ക് പ്രൊമോഷന്റെ വരുമാനം കിട്ടും, പരസ്യ വരുമാനം കിട്ടും, പുള്ളിയെ സ്പോൺസർ ചെയ്യാൻ ആള് വരും, ഫ്രീ ആയിട്ട് പുള്ളിക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വരും. അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുള്ളിക്ക് വരും, ഗിഫ്റ്റുകൾ കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഓഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇൻകം ടാക്സ് പറയുകയാണ്, ഇനി നിങ്ങളുടെ ഇത്തരത്തിൽ വരുന്ന വരുമാനം കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കും നിങ്ങളുടെ ഇൻകം ടാക്സിൽ നിങ്ങൾ അടയ്ക്കേണ്ട, റിട്ടേൺ ചെയ്യേണ്ട തുക എത്രയാണെന്ന് നിശ്ചയിക്കപ്പെടുക എന്ന്. അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത് വേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരിയാണ്, ബിക്കോസ് നിങ്ങൾ കാശ് ഉണ്ടാക്കണമെങ്കിൽ ടാക്സ് കൊടുക്കണം, സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. പ്രോബ്ലം എന്താ പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കാശ് കൊടുക്കണം, ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക. അത് നമ്മളും കണ്ടിട്ടുണ്ട്. അതെ, അതെ, നമ്മുടെ അതെ. കുറേ അത് സ്ഥാപനങ്ങളിൽ വലിയൊരു വിഷയമാണ്. ഉദ്ഘാടനത്തിന് വലിയ വലിയ ഫിലിം സ്റ്റാർസ് ഒക്കെ വരും നമ്മുടെ അവിടെ. കുറെ കടകൾ ഇനോഗ്രേറ്റ് ചെയ്യാനും വേറെ സ്വർണ്ണക്കടയും മറ്റേ കടയായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ വരും, സാരിക്കടയൊക്കെ. അവർ വരാൻ കാരണം എന്താണ്? അവർക്ക് സാരി കടയായിട്ടോ സ്വർണ്ണക്കടയായിട്ടോ കണക്ഷൻ ഒന്നുമില്ല, ഉണ്ടായിരിക്കും ചിലപ്പോൾ അവർ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കും. പക്ഷെ അത് മാത്രമല്ല, അവർക്ക് അവിടുന്ന് ചില ഈ അണ്ടർ ദ ടേബിൾ എന്ന് പറയും ഇംഗ്ലീഷിൽ, ഈ പറഞ്ഞ മാതിരി ഗിഫ്റ്റായിട്ട് വേറെ ക്യാഷ് ആയിട്ട് അവർക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പറയുന്നത് ശരിയാണ്, നിങ്ങളൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഇൻഫ്ലുവൻസർ നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട്. അവർ പറയും എനിക്ക് ഈ കാർ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാറിനെ കാണിക്കുക, അവരെ കാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവില്ല ആക്ച്വലി. അല്ലെങ്കിൽ പറയും ഞാൻ അതെ, അതെ. ഈ ഷാംപൂ ആണ് ഉപയോഗിക്കുന്നത്, ഞാൻ ഈ ഐസ്ക്രീമാണ് കഴിക്കണമെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ ഈ ഉം, ബിരിയാണിയാണ് തട്ടണതെന്ന് പറയും. അതിൻ്റെ കൂടെ അവർ കാശുണ്ടാക്കും. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഈ ഇൻഫ്ലുവൻസേഴ്സ് അതിൻ്റെ മെയിൻ റെസ്പോൺസ്. നാളെ ഇപ്പോൾ ഗവൺമെന്റ് ഇതിനു മുമ്പ് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊരു ഓർഗനൈസേഷൻ, ഈ ആഡ് ഏജൻസീസിൻ്റെ എല്ലാ ഒരു കൂട്ടായ്മയാണ്. അവരും പറഞ്ഞിട്ടുണ്ട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആഡ്സ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മളൊരു ഫിലിം സ്റ്റാർ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ നമുക്ക് പറയുന്നത് നമ്മുടെ ഫോളോവേഴ്സ് ഫോളോ ചെയ്യും. അപ്പോൾ അവൻ അതിനടുത്ത് ചാടുന്നതാണ്. അതാണ് അതിന് ഏറ്റവും വലിയ ഉം, പ്രോബ്ലം. നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്യുക, നിങ്ങളൊരു കാറ് നല്ല 120 സ്പീഡിൽ ഓടിച്ചു ഒരു ഫിലിം സ്റ്റാർ ഒരു സിനിമയിൽ കാണിച്ചു കഴിഞ്ഞാൽ അതേ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ യങ്സ്റ്റേഴ്സ് ഇറങ്ങിച്ചാണ്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടു രാത്രി ഒരു ആക്സിഡന്റ് ഉണ്ടായത് കേരളത്തിൽ. ഇതേമാതിരിയാണ് പ്രോബ്ലം. ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് അവരൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്ക്. ദാറ്റ് ഈസ്, നിങ്ങൾ തോന്നിയ മാതിരി ചെയ്യാൻ പാടില്ല, നിങ്ങൾ തോന്നിയ മാതിരി പറയാൻ പാടില്ല. ഗവൺമെന്റ് ചെയ്യട്ടെ. സെൻസർഷിപ്പ് ആണോ yeah, വേറെയാണോ ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. പക്ഷെ ഇപ്പൊ ഈ കൊണ്ടുപോയി ഉം, പറഞ്ഞ ഒരു അക്രഡിഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഉം, ഈ പ്രസ് ക്ലബിലായാലും എവിടെയായാലും ഡിജിറ്റൽ മീഡിയക്കാരെ കയറ്റില്ല. നിങ്ങൾ ഡിജിറ്റൽ മീഡിയ ഒന്നുമില്ല, ഞങ്ങൾ പത്രക്കാരാണ് അല്ലെങ്കിൽ ടെലിവിഷൻകാരാണ്. ആര് പറഞ്ഞു?
അതെ അതെ. നിങ്ങളെക്കാളും കൂടുതൽ സത്യം ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ ഞങ്ങൾക്കുണ്ട്. അവരെക്കാട്ടിലും വ്യൂവർഷിപ്പ് ഇപ്പോ നമുക്കുണ്ടെന്നുള്ളതാണ് വാസ്തവം. അതാണ് എന്റെ കാര്യം. അപ്പൊ ആ ലോകം മാറി എന്നുള്ളത് ഇവര് മനസ്സിലാക്കുന്നില്ല. ഇവര് ഇപ്പോഴും ലോകം അത് തന്നെയാണ്, അവിടെ തന്നെ കിടക്കണം. അല്ല, ലോകം മാറി. ഡെഫിനറ്റ് ആയിട്ട് ഡിജിറ്റൽ ജേർണലിസം, ഞാൻ യൂട്യൂബ് എന്ന് പറയില്ല, ഡിജിറ്റൽ ജേർണലിസം ആണ് ഇനി ഫ്യൂച്ചർ. ബിക്കോസ് ആദ്യം ന്യൂസ് പേപ്പേഴ്സ് പോയി, പത്രങ്ങൾ പോയി, നെക്സ്റ്റ് ടെലിവിഷൻ പോയി, ഇനി വരാൻ പോണത് ഡിജിറ്റൽ മീഡിയമാണ്. ആ ഡിജിറ്റൽ മീഡിയത്തിൽ ടെലിവിഷൻ ചാനലുകാരുണ്ടാവും, ടെലിവിഷൻ ചാനലുകാർക്ക് ചെറിയൊരു റോൾ ഉണ്ടാവും. പറയൂ ധനുഷ്. കേന്ദ്രം അത്തരത്തിലൊരു നടപടി എടുക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇപ്പൊ അതിനുള്ള വലിയ വലിയ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. പക്ഷെ പ്രതിഷേധമൊക്കെ എന്ത് നടപടി എടുത്താലും ഉണ്ട്. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ട് എന്ന് പറയുന്ന നാട്ടിൽ പ്രതിഷേധമൊക്കെ എന്തിനും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവശ്യം തന്നെയാണ്. കാരണം ഏത് ഭാഗത്തും എവിടെയും ആർക്കും ഒരു ലൈസൻസും ഇല്ലാതെ ഇടിച്ചു കയറി ചെല്ലാൻ, പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ മീഡിയ യുഗത്തിൽ ഇടിച്ചു കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. അവിടെ കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് വേണം. അത് മാധ്യമപ്രവർത്തകർക്കും വേണം. മാധ്യമപ്രവർത്തകർ ആരെയൊക്കെയാണ് മാധ്യമപ്രവർത്തകരായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു മാനദണ്ഡം വേണം. ഇപ്പൊ ജേർണലിസം പഠിക്കാത്ത ആൾക്കാർ പോലും മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഇറങ്ങി പല സാമൂഹിക വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ എടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ളൊരു ഉത്തരവിനായി കാത്തിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.